ഈ കളിയൊക്കെ കണ്ട കയ്യിലുള്ള കളി കൂടി പോകും. സംഭവം എന്താണെന്ന് വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആ സംഭവത്തോന്ന് ഈ കളി കൊണ്ട് കണ്ട കയ്യിലുള്ള കളിയെല്ലാം പോകും. ഓക്കെ, നമുക്ക് വൈറ്റ് സൈഡ് ആണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ലൈക്ക് അടിച്ചു വിടുക, ജസ്റ്റ് ലൈക്ക് അടിച്ചു വിടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുപോലെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും ഫസ്റ്റ് D4. നമ്മൾ വൈറ്റ് സൈഡാണ്. നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്നു D4. മറുപടിയുമായി D5 വന്നിട്ടുണ്ട്. നമ്മുടെ D4നെ അവിടെ ബ്ലോക്ക് ചെയ്ത നല്ല കിഡിലൻ ഓപ്പണിങ്, ക്യൂൻസ് പോൺ ഓപ്പണിങ് എന്നാണ് ഇതിനെ പറയുക എന്നൊക്കെ പറയാം. നൈറ്റ് F3. കുതിരയെ ചാടിച്ചുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ സ്ഥിരം വലതുവശത്തുനിന്ന് കുതിര ഇറക്കുന്നതാണ്. അതുപോലെ തന്നെ അവരും അവരുടെ ഇടതുവശത്തുനിന്ന് കുതിര ഇറക്കുന്നു. നൈറ്റ് F3. കുതിരകൾ തമ്മിലുള്ള ഒരു പോരാട്ടം. നമ്മൾ E4 കളിച്ചു. വെട്ടി അകത്തോട്ട് കയറിക്കോട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് E4 കളിച്ചത്. ഇപ്പോൾ വെട്ടി അകത്തോട്ട് കയറിയാൽ ഒരു അഡ്വാൻറ്റേജ് പുള്ളിക്കാരന് കിട്ടും, അതെല്ലാവർക്കും അറിയാം. പുള്ളി വെട്ടി അകത്തോട്ട് കയറുന്നു. അപ്പോൾ എനിക്ക് നൈറ്റിനെ അവിടെ നിന്ന് മാറ്റി വെക്കൂ. എനിക്ക് ആളെ വെട്ടാൻ പറ്റത്തില്ല. വെട്ടാനുള്ള സാധന സാമഗ്രികളൊന്നും കയ്യിലില്ല. അത് തന്നെ കാര്യം. അഥവാ അങ്ങനെ സാധന സാമഗ്രികളൊക്കെ വെച്ച് വെട്ടുകയാണെങ്കിൽ അവിടെ നൈറ്റ് എന്ന ഒരു ഭീകര ജന്തു ഇരിപ്പുണ്ട്, അവൻ കയറി വെട്ടും. അതുകൊണ്ട് അങ്ങനെ ഒരു മൂവ്മെൻറ്റും അവിടെ നടത്തുന്നില്ല. ഏകദേശം നൈറ്റിനെ അവിടുന്ന് ചാടിച്ചൊഴിവാക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ കയറി വെട്ടി വരും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പുള്ളിക്കാണ് ഇങ്ങോട്ട് കയറി ചാമ്പാം. എനിക്ക് 2 ഓപ്ഷൻ വരും, 1 2. അതെന്തായാലും പുള്ളി ഇപ്പോൾ തൽക്കാലം ചെയ്യത്തില്ല, കാരണം ഇതിനൊരു ബാക്ക് കൊടുത്തിട്ടേ പുള്ളി ഇതിനെ ഇറക്കിക്കൊണ്ട് വരത്തുള്ളൂ എന്ന് ഉറപ്പാണ്. ദെൻ ബിഷപ്പിനെ ഇറക്കി. ബിഷപ്പിനെ എന്തിനവിടെ ഇറക്കിയെന്ന് അറിയില്ല. പുതിയ വലിയ പ്ലാനും വെച്ചിട്ടായിരിക്കും ഇറക്കിയത്. ഓക്കെ, നമ്മൾ ബിഷപ്പിനെ ഇറക്കി. ബിഷപ്പ് C4. നമ്മളും ബിഷപ്പിനെ വെച്ച് അടുത്തൊരു പ്ലാനിങ് ചെയ്യുകയാണ്. ഒട്ടും വിജയിക്കാൻ സാധ്യതയില്ലാത്ത പ്ലാനിങ്. അപ്പോഴത്തേന് ഞാൻ മറ്റേ ഡയലോഗ് ഒന്നുകൂടെ പറയാം. നിന്റെ കളി കണ്ടാൽ കയ്യിലുള്ള കളി കൂടിപ്പോവും. ഓക്കെ, അതെന്താ കാര്യമെന്ന് ഇപ്പോൾ ഉടനെ തന്നെ പറയാം. അങ്ങനൊരു ഡയലോഗ് എന്തിന് ഞാൻ പറഞ്ഞു എന്ന്. അപ്പോൾ വീഡിയോ ജസ്റ്റ് കാണുക. എൻ്റെ പ്ലാൻ ഉണ്ട്, ഇതാണ് എൻ്റെ പ്ലാൻ. കണ്ട, ഇവിടെ ഒരു ചെക്ക് വിളിച്ച ചെക്ക് മേറ്റ്. പുള്ളി അടുത്ത മൂവ്മെൻറ്റിൽ തടയാൻ 2-3 വഴികളുണ്ട്. 1, പിന്നെന്താ 2, അങ്ങനെ ഒത്തിരി നിരവധി ഇതാണ് ഏറ്റവും ബെറ്റർ സാധനം. ഇങ്ങോട്ട് നീക്കിയാൽ മതി, അതാണ് ഏറ്റവും നല്ലത് മൂവ്മെൻറ്റ്. പുള്ളി എന്ത് നീക്കുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നൈറ്റ് C6 is a blunder, bullshit blunder. നൈറ്റ് C6 കളിച്ചു. നമുക്ക് അടുത്ത മൂവ്മെൻറ്റിൽ ചെക്ക് മേറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത മൂവ്മെൻറ്റിൽ ചെക്ക് മേറ്റ്. ഇതാണ് നമ്മുടെ അടുത്ത മൂവ്മെൻറ്റ്. വേറെ രക്ഷയൊന്നുമില്ല, നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡയലോഗിനുള്ള എൻ്റെ മറുപടി, നിൻ്റെയൊക്കെ കളി കണ്ടാൽ കയ്യിലുള്ള കളി ഓടിപ്പോവും. ഇത് നമ്മുടെ ചാനലിൽ ഒരു കമൻ്റാണ്. നിങ്ങൾക്കും ഇതുപോലത്തുള്ള നിരവധി കമൻറ്റുകൾ നമുക്ക് ടൈപ്പ് ചെയ്ത് അയക്കാം. നമ്മളതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് കമൻറ്റുകൾ നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഒന്നും നമ്മൾ നോക്കത്തില്ല. ഏത് കമൻറ്റായാലും നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നല്ല കമൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് വെച്ചിട്ട് നല്ലതും ചീത്തയും എല്ലാം അടിക്കാം. ഓക്കെ, പിന്നെ ഈ ഗെയിമുകൾ കാണുമ്പോൾ ഒരു രസത്തിന് കാണുക, അല്ലാതെ എന്താ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മണ്ടത്തരങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഗെയിം ചെയ്യുന്നത്. നമുക്ക് മാർഗമല്ല, ലക്ഷ്യമാണ്. എങ്ങനെയും ജയിച്ചാൽ മാത്രം മതി. നമ്മൾ ഒട്ടനവധി ഗെയിമുകൾ ജയിക്കുന്നുണ്ട്, ചില ഗെയിമുകൾ തോക്കുന്നുണ്ട്. അത് നമ്മുടെ മണ്ടത്തരങ്ങൾ കൊണ്ടാണ്. മണ്ടത്തരങ്ങൾ കൊണ്ട് ജയിക്കുകയും ചെയ്യാം, മണ്ടത്തരങ്ങൾ കൊണ്ട് തോക്കുകയും ചെയ്യാന്നുള്ള കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് 2 ടൈപ്പ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. തോക്കുന്ന വീഡിയോസും ജയിക്കുന്ന വീഡിയോസും നമ്മൾ ഒരുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുന്നവർക്കെല്ലാം നന്ദി അറിയിക്കുന്നു. വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോയുമായി, നിങ്ങളുടെ മറ്റൊരു കമൻറ്റുമായി ഉടൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.